കഴിഞ്ഞ ലെസന്റെ തുടർച്ചയായി മാക്സിമ ആൻഡ് മിനിമ അത് തന്നെയാണ് ഈ ലെസണിലും നാം ഡിസ്കസ് ചെയ്യുന്നത്. മാക്സിമം, മിനിമം എന്നീ ഐഡിയകൾ ഉപയോഗിക്കേണ്ടി വരുന്ന ചില വേർഡ് പ്രോബ്ലംസ്. അതിൽ ആദ്യത്തെ പ്രോബ്ലം, ഫൈൻഡ് ടു നമ്പേഴ്സ് whose sum is 12 and the product is the maximum. രണ്ട് നമ്പേഴ്സ് കൂട്ടിയാൽ 12 കിട്ടണം. ധാരാളം സംഖ്യകളുണ്ട്. 10ഉം 2ഉം കൂട്ടാം, 11 1ഉം കൂട്ടാം, 5ഉം 7ഉം കൂട്ടാം. ഇതൊക്കെ കൂട്ടിയാൽ 12 കിട്ടുക. പക്ഷേ ഇതിന്റെയൊക്കെ പ്രൊഡക്റ്റ് വ്യത്യസ്തമായിരിക്കും. 10ഉം 2ഉം ആണ് പ്രൊഡക്റ്റ് 20 ആണ്, 11 1ഉം ആണ് പ്രൊഡക്റ്റ് 1 ആണ്, 5 7 ആണ് പ്രൊഡക്റ്റ് 35 ആണ്. അങ്ങനെ നമ്പർ മാറുമ്പോൾ പ്രൊഡക്റ്റും മാറും, പക്ഷെ സം 12 ആണ്. അപ്പൊ എങ്ങനെ ഈ നമ്പേഴ്സ് എടുത്താലാണ് സം 12 ആവുന്നതിനൊപ്പം മാക്സിമം പ്രൊഡക്റ്റ് കിട്ടുക? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സാധാരണ ഇത്തരത്തിലുള്ള പ്രോബ്ലത്തിൽ, അൺനോൺ ഉള്ള പ്രോബ്ലത്തിൽ, അൺനോൺ നമ്മളൊരു വേരിയബിൾ കൊടുക്കും, ഒരു നമ്പർ എക്സ് എന്ന് കൊടുക്കുക. അപ്പൊ മറ്റേ നമ്പറോ 12 - x. എന്തുകൊണ്ടാ? രണ്ടുകൂടി കൂട്ടിയ 12 കിട്ടണം. അപ്പൊ 2x ആണെങ്കിൽ മറ്റേ 12 - x. So the numbers are x and 12 - x. അപ്പൊ അതിന്റെ പ്രോഡക്റ്റ് എന്താ? x into 12 - x. The numbers be x and 12 - x. Then the product is x into 12 - x. Multiply that 12x - x square. ഈ പ്രോഡക്റ്റ് എക്സിന്റെ ഏത് വിലയ്ക്ക് മാക്സിമം ആവും? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ 12x - x square ആണ് നമ്മളെ മാക്സിമൈസ് ചെയ്യേണ്ട ഫംഗ്ഷൻ. അതിന് f of x എന്ന് കൊടുക്കുക. f of x is equal to 12x - x square. മാക്സിമം കണ്ടുപിടിക്കാൻ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കാം. അപ്പൊ f prime of x കാണണം, f2 prime of x കാണണം. f prime of x is 12 - 2x. f2 prime of x is -2. ഇനി സ്റ്റേഷനറി പോയിന്റ്സ് നോക്കാം. എന്താ സ്റ്റേഷനറി പോയിന്റ്സ് പ്രത്യേകത? ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ്. f prime of x is equal to 0. That implies 12 - 2x is equal to 0, or 2x is equal to 12, or x is equal to 6. അപ്പൊ ഈ ഫംഗ്ഷന്റെ സ്റ്റേഷനറി പോയിന്റ് ഒരെണ്ണമേ ഉള്ളൂ, അത് x is equal to 6 ആണ്. ഇത് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് കാണണമെങ്കിൽ ഈ പോയിന്റിലുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് f2 prime of 6. എന്താ f2 prime of x? അതൊരു കോൺസ്റ്റന്റ് -2. അപ്പൊ f2 prime of x 6ഉം -2 ആണ്, നെഗറ്റീവ് നമ്പർ. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പൊ x is equal to 6 അതിന്റെ മാക്സിമം പോയിന്റ് ആണ്. അപ്പൊ എന്തിനാ നമ്മൾ x എന്ന് വിളിച്ചത്? ഒരു നമ്പറിനെ x എന്ന് വിളിച്ചത്. അവ മാക്സിമം ആവുമ്പോൾ, പ്രൊഡക്റ്റ് മാക്സിമം ആവുമ്പോൾ ഒരു നമ്പർ x ആണ്. അപ്പൊ മറ്റേ നമ്പറോ അത് 12 - x നമ്മൾ എടുത്തിട്ടുണ്ട്, അതും 6 ആണ്. അപ്പൊ നമ്മുടെ നമ്പേഴ്സ് 6ഉം 6ഉം. ഇതേപോലെ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ടു പോസിറ്റീവ് നമ്പേഴ്സ് whose sum is 16 and the sum of the cubes is minimum. കൂട്ടിയാൽ 16 കിട്ടണം, പക്ഷെ അതിന്റെ ക്യൂബ്സ് കൂട്ടിയാൽ മിനിമം ആവണം. നേരത്തെ ഞാൻ ചെയ്തതുപോലെ തന്നെ ഒരു നമ്പറിന് x എടുക്കാം, അപ്പൊ മറ്റേ നമ്പറിന് 16 - x എടുക്കാം. Let the numbers be x and 16 - x. അപ്പൊ ഇതിന്റെ സം ഓഫ് ദ ക്യൂബ്സ് എന്ന് പറയുന്നതോ എക്സിന്റെ ക്യൂബ് എക്സ് ക്യൂബ്, 16 - x ന്റെ ക്യൂബ് 16 - x ഹോൾ ക്യൂബ്. ഇതിന്റെ സം എക്സ് ക്യൂബ് പ്ലസ് 16 - x ഹോൾ ക്യൂബ്. അത് നമ്മളൊരു ഫംഗ്ഷൻ ആയിട്ട് എസ് ഓഫ് എക്സ്, സം ആയതുകൊണ്ട് എസ് എന്ന് പേര് കൊടുത്തേ ഉള്ളൂ. എസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 16 - x ക്യൂബ്. ഇതിനെയാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. അപ്പൊ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ആദ്യം സ്റ്റേഷനറി പോയിന്റ്സ് കാണാം. എന്താണ് എക്സ് പ്രൈം ഓഫ് എക്സ്? എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² മൈനസ് 16 - x ഹോൾ ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3 into 16 - x ഹോൾ സ്ക്വയർ into -1. ചെയിൻ റൂൾ വേണം, എക്സിന്റെ കോഎഫിഷ്യന്റ് -1 ആയതുകൊണ്ട്. അപ്പൊ 3 into 16 - x into -1, അല്ലെങ്കിൽ 3x² minus 3 into 16 - x whole square. സ്റ്റേഷനറി പോയിന്റ്സിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0. അപ്പൊ 3x² minus 3 into 16 - x whole square is equal to 0. 3 ഒരു കോമൺ ഫാക്ടർ ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x² minus
16 minus x whole square is equal to 0. Expand ചെയ്താൽ 16 minus x whole square എന്ന് പറഞ്ഞാൽ 16 square അല്ലെ 256 minus 32x plus x square. x square cancel ആവും, ബാക്കി വരുന്നതാണ് minus 256 plus 32x is equal to 0. എന്ന് പറഞ്ഞാൽ 32x is equal to 256, therefore x is equal to 8. അപ്പൊ നമ്മുടെ ഫംഗ്ഷന്റെ സ്റ്റേഷനറി പോയിന്റ് ആണ് x is equal to 8. ഇനി 8 മാക്സിമം പോയിന്റ് ആണോ മിനിമം പോയിന്റ് ആണോ എന്നറിയണം. അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ് f2 പ്രൈം ഓഫ് x കാണണം. x പ്രൈം ഓഫ് x 3x സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 16 മൈനസ് x ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ s2 പ്രൈം ഓഫ് x 3x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 6x, 3 ഇൻറ്റു 16 മൈനസ് x ഹോൾ സ്ക്വയർ. അപ്പൊ എന്താ വരിക? 3 ഇൻറ്റു minus 3 into 2 into 16 minus x into minus 1. Again chain rule. Minus 3 minus 1 2 plus 6i plus 6 into 16 minus x. ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇനി 8ലുള്ള x is equal to 8ലുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് s2 പ്രൈം ഓഫ് 8. ഇതിനകത്ത് 8 കൊടുത്തു നോക്കാം. സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ 96, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ എന്ത് മനസ്സിലാക്കാം? x is equal to 8 is a minimum point. x ഈ ഫംഗ്ഷൻ മിനിമം ആവുന്നത് x 8 ആവുമ്പോഴാണ്. അതായത് ആദ്യത്തെ നമ്പർ 8 ആവുമ്പോൾ, അപ്പൊ രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും? 16 minus 8, 8 തന്നെ. So our numbers are 8 and 16, 8 and 8. Of all the rectangles having the same perimeter, show that the square has the largest area. ഒരേ പെരിമീറ്റർ ഉള്ള ധാരാളം റെക്ടാങ്കിൾസ് ഉണ്ട്. ഉദാഹരണമായിട്ട് 20 സെന്റിമീറ്റർ പെരിമീറ്റർ, 6 ലെങ്ത്തും 4 ബ്രെഡ്ത്തും ആണെങ്കിൽ പെരിമീറ്റർ 20 ആണ്. 6 പ്ലസ് 4 10, 10 ഇൻറ്റു 2 20. 7 ലെങ്ത്തും 3 ബ്രെഡ്ത്തും ആണെങ്കിലും പെരിമീറ്റർ എഴുതുക. 7 പ്ലസ് 3 10 ആണ്, 10ന്റെ ഇരട്ടി 20. 5 ആണെങ്കിലും 20 ആണ്. അപ്പൊ ഒരേ പെരിമീറ്റർ ഉള്ള ധാരാളം റെക്ടാങ്കിൾസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒക്കെ ഏരിയ മാറും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഏരിയ ഗ്രേറ്റസ്റ്റ് ആവുന്നത് ഈ റെക്ടാങ്കിൾ സ്ക്വയർ ആവുമ്പോഴാണ്, അല്ലെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആവുമ്പോഴാണ്. നമുക്ക് ഈ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ 2k എന്നെടുക്കാം. 2k എന്നെടുക്കാൻ കാരണം പിന്നീട് നമുക്ക് മനസ്സിലാവും. അതുപോലെ ലെങ്ത് x എന്നെടുക്കാം. പെരിമീറ്റർ 2k ആണ്, ലെങ്ത് x ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ പെരിമീറ്ററിന്റെ പകുതി കിട്ടും. അതായത് എക്സും ബ്രെഡ്ത്തും കൂട്ടിയാൽ പെരിമീറ്ററിന്റെ പകുതി 2kന്റെ പകുതി k. അതിനാണ് നമ്മൾ 2k എടുത്തത്. പകുതി എടുക്കുമ്പോൾ ഫ്രാക്ഷൻ ഒഴിവാകാൻ ഒരു സൗകര്യത്തിന്. അപ്പൊ എക്സും ബ്രെഡ്ത്തും കൂട്ടിയാൽ k കിട്ടും. അപ്പം ബ്രെഡ്ത്ത് എന്തായിരിക്കും? k മൈനസ് എക്സ്. ലെങ്ത് x ആണ്, ബ്രെഡ്ത്ത് k മൈനസ് എക്സ് ആണ്. അപ്പൊ ഏരിയ നമുക്കതിന് a ഓഫ് എക്സ്, എ ഫംഗ്ഷൻ ഓഫ് എക്സ്, ഏരിയ ഫംഗ്ഷൻ a of x is equal to length into breadth, that is x into k minus x, or kx minus x square. x into k minus x, that is kx minus x square. ഇതിനാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് a പ്രൈം ഓഫ് x എന്തായിരിക്കും? kx എന്നത് k, x സ്ക്വയർ എന്നത് 2x, അപ്പൊ k minus 2x. a prime of x is equal to k minus 2x. ഇനി സ്റ്റേഷനറി പോയിന്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0, a prime of x 0, k minus x is 2x is equal to 0, അല്ലെങ്കിൽ 2x is equal to k, x is equal to k by 2. അപ്പൊ ഈ ഫംഗ്ഷന്റെ സ്റ്റേഷനറി പോയിന്റ് x is equal to k by 2 ആണ്. ഇത് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് കാണാൻ വേണ്ടി സെക്കൻഡ് ഡെറിവേറ്റീവ് a prime of x k minus 2x ആണ്. അപ്പൊ a2 പ്രൈം ഓഫ് എക്സോ മൈനസ് 2 ഈക്വൽ ടു മൈനസ് 2. അപ്പൊ k by 2ലുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് a2 പ്രൈം ഓഫ് k by 2 മൈനസ് 2 തന്നെ, ദാറ്റ് ഈസ് ലെസ് ദാൻ 0. അപ്പൊ x is equal to k by 2 is the maximum local maximum point. അപ്പൊ ഈ ഫംഗ്ഷൻ മാക്സിമം ആവുന്നത് x ന്റെ വാല്യൂ k by 2 ആവുമ്പോഴാണ്. എന്താ x എന്ന് പറഞ്ഞാല് ലെങ്ത് ആണ്. ലെങ്ത് k by 2 ആവുമ്പോഴാണ്.
അപ്പം ബ്രെഡ്ത്തോ കെ മൈനസ് എക്സ്, ദാറ്റ് ഈസ് കെ മൈനസ് കെ ബൈ ടു, അതും കെ ബൈ ടു. അപ്പൊ ലെങ്ത്തും കെ ബൈ ടു, ബ്രെഡ്ത്തും കെ ബൈ ടു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഈ റെക്റ്റാങ്കിൾ ഒരു സ്ക്വയർ ആണ്. ഏരിയ മാക്സിമം ആവുമ്പോൾ റെക്റ്റാങ്കിൾ ഒരു സ്ക്വയർ ആയി മാറുന്നു. A square piece of tin of side 18 centimeter is to be made into a box without top by cutting a square from each corner and folding up the flaps to form the box. What should be the side of the square to be cut off so that the volume of the box is maximum possible? ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ടിൻ ഷീറ്റ്, സൈഡ് 18 സെന്റിമീറ്റർ. ഇതിന്റെ 4 മൂലയ്ക്കൊന്നും ഓരോ സ്ക്വയർ, ചെറിയ സ്ക്വയറുകൾ കട്ട് ചെയ്ത് മാറ്റി എല്ലാ ഫ്ലാപ്പും മുകളിലോട്ട് മടക്കുകയാണ്. അപ്പൊ അതൊരു ബോക്സ് ആയി മാറും. നമുക്ക് അതിന്റെ ചിത്രം നോക്കാം. ബ്ലൂ കളറിലുള്ളതാണ് നമ്മുടെ ടിൻ ഷീറ്റ്. ഇതിന്റെ 4 മൂലയ്ക്കൊന്നും ഓരോ ചെറിയ സ്ക്വയറുകൾ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നു. ടിൻ ഷീറ്റിന്റെ മൊത്തം സൈഡ് 16. നമുക്ക് ഈ കട്ട് ചെയ്ത് മാറ്റുന്ന സ്ക്വയറിന്റെ സൈഡ് എക്സ് നിറയ്ക്കുക. 4 മൂലയിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റുന്നത് എക്സ് സെന്റിമീറ്റർ അളവുള്ള സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ സൈഡിലും ബാക്കിയുള്ള ലെങ്ത് എന്തായിരിക്കും? 2 ഭാഗത്തുനിന്നും ഓരോ എക്സ് പോയാൽ 18 മൈനസ് 2x എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുത്തിട്ട വരകളിലൂടെ ടിൻ ഷീറ്റ് മുകളിലോട്ട് മടക്കുകയാണെങ്കിൽ ബോക്സ് ആവുമല്ലോ. ആ ബോക്സിന്റെ ലെങ്ത് 18 മൈനസ് 2x ആണ്. അതേപോലെ തന്നെ ബ്രെഡ്ത്തും 18 മൈനസ് 2x ആണ്. അപ്പൊ എക്സോ ഈ മുകളിലോട്ട് മാറുന്ന ഫ്ലാപ്പിന്റെ ഹൈറ്റ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് അത് എക്സ് ആണല്ലോ. എക്സ് ആണ് ഇതിന്റെ ഹൈറ്റ്. അപ്പൊ നമ്മുടെ ബോക്സിന്റെ ലെങ്ത് 18 മൈനസ് 2x ആണ്, ബ്രെഡ്ത്ത് 18 മൈനസ് 2x ആണ്, ഹൈറ്റ് എക്സുമാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വോളിയം എപ്പോഴാണ് മാക്സിമം ആവുക എന്നുള്ളതാണ്. എന്താ ഇതിന്റെ വോളിയം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഈസ് 18 മൈനസ് 2x ഇൻറ്റു 18 മൈനസ് 2x ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് 18 മൈനസ് 2x ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ്. ഈ വോളിയമാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. വോളിയം ഫംഗ്ഷൻ v of x is equal to 18 minus 2x whole square into x. 18 minus 2x 2x whole square എക്സ്പാൻഡ് ചെയ്യുക, x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 324x മൈനസ് 72x സ്ക്വയർ പ്ലസ് 4x ക്യൂബ്. അപ്പൊ ഈ ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യാൻ മുമ്പൊക്കെ നമ്മൾ ചെയ്ത പോലെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം, സ്റ്റേഷനറി പോയിന്റ്സ് കാണണം, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം, മാക്സിമം ആണോ മിനിമം ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. v of x is equal to 324x minus 72x square plus 4x cube. Therefore, the first derivative v prime of x is equal to 324 minus 144x plus 12x square. സ്റ്റേഷനറി പോയിന്റ്സിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് വി പ്രൈം ഓഫ് എക്സ് 0 ആണ്. അതായത് 324 മൈനസ് 144x പ്ലസ് 12x സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. 12 അതിലൊരു കോമൺ ഫാക്ടറാണ്. 12 കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്ത് ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ എക്സ് സ്ക്വയർ മൈനസ് 12x പ്ലസ് 27 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഫാക്ടറൈസ് ചെയ്യാം. x minus 9 into x minus 3 is equal to 0. x minus 9 into x minus 3 add ചെയ്താൽ minus 12 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്താൽ plus 27 കിട്ടണം. So x minus 9 into x minus 3 is equal to 0. So x is equal to 3, 9. അപ്പോൾ സ്റ്റേഷനറി പോയിന്റ്സ് 3ഉം 9ഉം ആണ് ഈ ഫംഗ്ഷൻ. ഇനി ഇത് മാക്സിമം ആണോ മിനിമം ആണോ എന്നൊക്കെ പരിശോധിക്കണം. പക്ഷെ നമുക്കൊരു കാര്യം കൂടി ഇവിടെ ആലോചിക്കാനുണ്ട്. എന്തിനാണ് എക്സ് എന്ന് വിളിച്ചത്? നാം മുറിച്ചു മാറ്റുന്ന സ്ക്വയറിന്റെ സൈഡ്, അതാണ് എക്സ്. മൊത്തം ടിൻ ഷീറ്റിന്റെ ലെങ്ത് 18 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 9 സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയർ മുറിച്ചു മാറ്റിയാൽ പിന്നെ ടിൻ ഷീറ്റ് ബാക്കി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരിക്കലും 9 നമുക്ക് പരിഗണിക്കുകയേ വേണ്ട, 3 നോക്കിയാൽ മതി.
അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് v2 പ്രൈം ഓഫ് എക്സ് കാണുക. ദാറ്റ് ഈസ് -144 പ്ലസ് 24x കിട്ടും. v2 പ്രൈം ഓഫ് 3 നമ്മൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -144 പ്ലസ് 24 ഇൻറ്റു 3 സിംപ്ലിഫൈ ചെയ്താൽ -72 ലെസ് ദാൻ 0 ആണ്. അപ്പോൾ 3ൽ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 3 ഈസ് എ മാക്സിമം പോയിന്റ്. അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ സൈഡ് ഓഫ് ദ സ്ക്വയർ, കട്ട് ചെയ്യുന്ന സൈഡ് ഓഫ് ദ സ്ക്വയർ, അത് 3 സെന്റിമീറ്റർ ആകുമ്പോഴാണ് നമ്മുടെ ബോക്സിന്റെ വോളിയം മാക്സിമം ആയിട്ട് മാറുന്നത്. Of all the closed cylindrical cans, right circular, of a given volume of 100 cc, find the dimensions of the can which has the minimum surface area. സിലിണ്ടർ ആകൃതിയിലുള്ള പാത്രങ്ങൾ, ക്ലോസ് ചെയ്താണ്, മുകളുടെ അടിയിലൊക്കെ ക്ലോസ് ചെയ്ത പാത്രങ്ങൾ, ഇതിന്റെ ഒക്കെ വോളിയം 100 cc ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൽ ഏറ്റവും സർഫസ് ഏരിയ കുറഞ്ഞതിന്റെ ഡയമെൻഷൻസ്, അതായത് അതിന്റെ റേഡിയസ് എത്രയായിരിക്കും, ഹൈറ്റ് എത്രയായിരിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് സിലിണ്ടറിന്റെ വോളിയം? V is equal to pi r square h. അത് 100 ആണെന്ന് തന്നിട്ടുണ്ട്. V is equal to pi r square h is equal to 100. അങ്ങനെയാണ് h എന്തായിരിക്കും? 100 divided by pi r square. h 100 divided by pi r square ആണ്. ഇനി സർഫസ് ഏരിയ നോക്കാം. എന്താ സർഫസ് ഏരിയ? S of r 2 pi r square, രണ്ട് ബേസ് ഏരിയ, പ്ലസ് 2 pi r h curved surface area. So surface area of a cylinder is 2 pi r square plus 2 pi r h. h എന്താ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? 100 by pi r square ആണ്. അപ്പൊ h ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 pi r into 100 by pi r square. പൈ ക്യാൻസൽ ആവും, ഒരു r ക്യാൻസൽ ആവും, പിന്നെ ബാക്കി ഉണ്ടാവുക 200 by r. അപ്പൊ സർഫസ് ഏരിയ S of r is equal to 2 pi r square plus 200 divided by r. ഇതാണ് നമുക്ക് മിനിമൈസ് ചെയ്യേണ്ട ഫംഗ്ഷൻ. സാധാരണ പോലെ ഡെറിവേറ്റീവ് എഫ് പ്രൈം ഓഫ് ആർ കാണാം. എന്താ 2 pi r സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 4 pi r പ്ലസ് 200 ഇൻറ്റു 1 by r ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു r മൈനസ് 1 by r സ്ക്വയർ. 4 pi r മൈനസ് 200 ഡിവൈഡഡ് ബൈ r സ്ക്വയർ എന്ന് കിട്ടും. ഇനി സ്റ്റേഷനറി പോയിന്റ്സിൽ 0 ആണ്. 4 pi r minus 2 pi r square is equal to, 4 pi r minus 200 by r square is equal to 0. That is 4 pi r is equal to 200 by r square. അല്ലെങ്കിൽ r cube is equal to 200 divided by 4 pi. That is equal to 50 by pi. അപ്പോൾ r എന്തായിരിക്കും? 50 divided by pi whole raised to 1/3. ഇനി നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം. S2 പ്രൈം ഓഫ് r. ഫസ്റ്റ് ഡെറിവേറ്റീവ് 4 pi r മൈനസ് 200 by r സ്ക്വയർ ആണ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് 4 pi മൈനസ് 200 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 by r സ്ക്വയർ. എന്താണ് 1 by r സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്? മൈനസ് 2 by r ക്യൂബ്. സോ ദാറ്റ് ഈസ് minus 200 into minus 2 by r cube. അല്ലെങ്കിൽ 400 plus 400 by r cube. So S2 prime of r is equal to 4 pi plus 400 divided by r cube. ഈ ക്വാണ്ടിറ്റി എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എന്താ കാരണം? 4 pi 400 ഇതൊക്കെ പോസിറ്റീവാണ്. പിന്നെയുള്ളത് r ക്യൂബ് ആണ്. r എന്ന് പറയുന്നത് ക്യാനിന്റെ റേഡിയസ് ആണ്. റേഡിയസ് എപ്പോഴും പോസിറ്റീവാണ്. അപ്പൊ r ക്യൂബും പോസിറ്റീവാണ്. അപ്പൊ S2 പ്രൈം ഓഫ് r എല്ലായ്പ്പോഴും പോസിറ്റീവാണ്. എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷന് മിനിമം വാല്യൂ മാത്രമേ ഉള്ളൂ. r is equal to 50 divided by pi whole raised to 1/3 എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ മിനിമം പോയിന്റ് ആണ്. റേഡിയസ് 50 by pi whole raised to 1/3 ആവുമ്പോഴാണ് ക്യാനിന്റെ വോളിയം മിനിമം ആവുന്നത്, സർഫസ് ഏരിയ മിനിമം ആവുന്നത് എന്നർത്ഥം. അങ്ങനെയാണ് h എന്തായിരിക്കും?
റേഡിയസും എച്ചും തമ്മിലുള്ള ബന്ധം നാം കണ്ടിട്ടുണ്ട്. h is equal to 100 divided by pi r square ആണ്. That is 100 divided by pi into 50 divided by pi whole raised to 1 by 3 whole square. അത് സിംപ്ലിഫൈ ചെയ്താൽ 2 into 50 by pi whole raised to 1 by 3. That is, the surface area is minimum when the radius is 50 pi whole raised to 1 by 3 and the height is 2 into 50 pi whole raised to 1 by 3. ഒരു എക്സാമ്പിൾ കൂടി പരിശോധിക്കാം. Prove that the volume of the largest cone that can be inscribed in a sphere of radius r is 8 by 27 of the volume of the sphere. ഒരു സ്ഫിയറിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്യാവുന്ന ഏറ്റവും വലിയ കോണിന്റെ വോളിയം സ്ഫിയറിന്റെ വോളിയത്തിന്റെ 8/27 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നോക്കാം നമുക്ക്. ഒരു ചിത്രം. സ്ഫിയറിനകത്ത് കോൺ ഇൻസ്ക്രൈബ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. ക്യാപിറ്റൽ ആർ കൊണ്ട് സൂചിപ്പിച്ചത് സ്ഫിയറിന്റെ റേഡിയസ് ആണ്. അതുപോലെ സ്മോൾ ആർ കൊണ്ട് സൂചിപ്പിച്ചത് കോണിന്റെ റേഡിയസ് ആണ്. ഇനി കോണിന്റെ ഹൈറ്റ് ഡി ബി ആണ്. കോണിന്റെ ഹൈറ്റ് ഡി ബി എന്ന് പറഞ്ഞാൽ ഡി എ പ്ലസ് എ ബി ആണ്. ഡി എ എന്താണ്? സ്ഫിയറിന്റെ റേഡിയസ് ആണ്, ക്യാപിറ്റൽ ആർ ആണ്. ഇനി എ ബിയോ? ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, റൈറ്റ് ട്രയാങ്കിൾ എ ബി സി. അപ്പൊ എ ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ ആണ്. അതായത് റൂട്ട് ഓഫ് ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ. അപ്പോൾ h is equal to height is equal to dA plus AB. dA is capital R and AB is root of capital R square minus R square. കോണിന്റെ ഹൈറ്റിന് ഒരു എക്സ്പ്രഷൻ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇനി വോളിയം, കോണിന്റെ വോളിയം എങ്ങനെയാ കാണുക? 1/3 pi r square h. നാം പഠിച്ച കാര്യമാണ്. ദാറ്റ് ഈസ് 1/3 pi r square into എച്ചിന് നമ്മൾ ഉണ്ടാക്കിയ പുതിയ എക്സ്പ്രഷൻ ക്യാപിറ്റൽ ആർ പ്ലസ് റൂട്ട് ഓഫ് ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ. ബ്രാക്കറ്റ് ഒഴിവാക്കിയാൽ 1/3 pi r square into ക്യാപിറ്റൽ ആർ പ്ലസ് 1/3 pi r square into ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ. ഇതാണ് കോണിന്റെ വോളിയം. ഇത് എപ്പോഴാണ് മാക്സിമം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ മുൻപൊക്കെ ചെയ്തതുപോലെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റിൽ സ്റ്റേഷനറി പോയിന്റ് കണ്ടെത്തണം. അത് സെക്കൻഡ് ഡെറിവേറ്റീവ് വെച്ച് ടെസ്റ്റ് ചെയ്യണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് വി പ്രൈം ഓഫ് ആർ. വി ഓഫ് ആറിനെ വിത്ത് റെസ്പെക്ട് ടു സ്മോൾ ആർ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വി ഓഫ് ആർ 1/3 pi r സ്ക്വയർ ഇൻറ്റു ക്യാപിറ്റൽ ആർ ആണ്. 1/3 പൈയും ക്യാപിറ്റൽ ആറും കോൺസ്റ്റന്റ് ആണ്. ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2r. അപ്പൊ 2/3 pi r ക്യാപിറ്റൽ ആർ കിട്ടും. അതുപോലെ 1/3 pi r സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. അവിടെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. അപ്പൊ 1/3 pi ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഇൻറ്റു 2r. അതാണ് 2/3 pi r ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. അതുപോലെ 1/3 pi r സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ദാറ്റ് ഈസ് 1/2 റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് ആർ സ്ക്വയർ, ദാറ്റ് ഈസ് മൈനസ് 2r. അപ്പോൾ 1/3 pi r സ്ക്വയർ ഇൻറ്റു മൈനസ് 2r ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഇത് സ്വയം സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. 2/3 pi r plus 2 pi r square minus 3 pi r cube divided by 3 into root of r square minus r square. ഫസ്റ്റ് ഡെറിവേറ്റീവ് അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിലേഷൻ ആർ സ്ക്വയർ സ്മോൾ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 8/9 ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണ്. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച്
ഇത് മാക്സിമം ആണോ മിനിമം ആണോ ടെസ്റ്റ് ചെയ്യുക. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 8/9 ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ. ആർ ഇസ് ഈക്വൽ ടു √8/9 ഇൻറ്റു ആർ. അത് മാക്സിമം ആണോ മിനിമം ആണോ ടെസ്റ്റ് ചെയ്താൽ മാക്സിമം എന്ന് കിട്ടും. അപ്പൊ അങ്ങനെയാവുമ്പോൾ നമുക്ക് ആ സമയത്തുള്ള സ്കോണിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുക. വി ഇസ് ഈക്വൽ ടു 1/3πr² ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 8/27 ഇൻറ്റു 4/3πr ക്യാപിറ്റൽ ആർ ക്യൂബ് ആയിരിക്കും. ഇത് സ്ഫിയറിന്റെ വോളിയാണ് 4/3π ക്യാപിറ്റൽ ആർ ക്യൂബ്. അപ്പോൾ നമ്മുടെ കോണിന്റെ വോളിയം 8/27 ഓഫ് ദി വോളിയം ഓഫ് ദ സ്ഫിയർ എന്ന് കിട്ടുന്നു. ഇതിന്റെ സിംപ്ലിഫിക്കേഷനും കാൽക്കുലേഷനും ഒക്കെ നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. അപ്പോൾ മാക്സിമയും മിനിമയും ഉപയോഗിക്കുന്ന കുറേ വേർഡ് പ്രോബ്ലം നമ്മൾ കണ്ടു. ഇത്തരത്തിലുള്ള അനേകം പ്രശ്നങ്ങളുണ്ട്. ഓരോ പ്രശ്നവും ഓരോ രീതിയിലായിരിക്കും. പക്ഷേ എല്ലാത്തിൻ്റെയും സൊല്യൂഷനിലേക്ക് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും ഒക്കെ അടുത്ത് തന്നെ. അപ്പോൾ ഈ പ്രശ്നങ്ങളുമായി കൂടുതൽ പരിചയപ്പെടണമെങ്കിൽ നമ്മുടെ പാഠപുസ്തകത്തിലും അല്ലാതെ മറ്റു പല സ്ഥലങ്ങളിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായി ചെയ്ത് സ്വയം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അത് ഹോംവർക്കായിട്ട് നിങ്ങളൊക്കെ ചെയ്തു നോക്കണം.